വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ വേറെ ഗെയിം എടുത്ത് കളിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേരാണ് ക്രാഫ്റ്റ് ബ്ലോക്ക് ക്രേസി റോബോ വേൾഡ്. ഇതാണ് നമ്മൾ കളിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ അത്രയ്ക്കും ഗ്രാഫിക്സും ഇല്ല, ഡൂപ്പായിരുന്നു. നമ്മൾ ഈ വേൾഡ് എടുത്ത് നമ്മൾ പുതിയൊരു വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്തിടാൻ പോവുകയാണ്. ഇതിൻ്റെ പേര് നമ്മൾ ഫയർ വേൾഡ് എന്നാണ്. അതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഇതിൻ്റെ ഫയർ എന്ന് എഴുതുന്നതുകൊണ്ട് നമ്മൾ ഫയർ വേൾഡ് എന്നാണ്. ഓക്കെ, നമ്മൾ ഫയർ വേൾഡ് ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടിക്കിടാം. നമ്മൾ എന്നിട്ട് നോർമലി ഗെയിം മൾട്ടിപ്ലെയർ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നോർമലി. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ് മാപ്പ് ബൗൺസ് ടെസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് ഗോ. ലോഡിങ് ആവട്ടെ, പ്രോസസ്ഡ്. ഓക്കെ, ലോഡാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലോഡാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇച്ചിരി ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് മൈൻക്രാഫ്റ്റിൻ്റെ ലുക്കും ഗ്രാഫിക്സും ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇനി നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ടോർച്ച് എല്ലാം ഗ്രാബ് ചെയ്തോണ്ട് നമുക്ക് രാത്രി ആവുകയാണെങ്കിൽ നമ്മൾ കേവിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടോർച്ചിൻ്റെ ഒക്കെ ആവശ്യം വരും. അതാണ് ഞാൻ ഈ ടോർച്ച് ഗ്രാബ് ചെയ്യുന്നത് പ്രത്യേകിച്ച്. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. നമ്മൾ സ്ട്രോങ് എക്സ് ഒരു പിക്കാക്സ്. ഓക്കെ, ഇപ്പോൾ റെഡി. നമ്മൾ ഇത് ഇത്രയും ഫുള്ളാക്കണം. നമുക്ക് ഇതെല്ലാം നമുക്ക് നേരെ ആക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസും ഐറ്റംസും എല്ലാം നമ്മളിവിടെ വെക്കണം. ഇതിവിടെ വെക്കണം. നമ്മളിവിടെ ഇതും വെച്ച് ഇവിടെ ഈ ആപ്പിളും ഇതും വെച്ച് എന്നിട്ട് ഈ വുഡെല്ലാം നമ്മൾ ഇവിടെ കൊണ്ട് വെക്കാനുള്ള സംഭവമാണ് വുഡ്. നമ്മൾ ഇവിടെ വെക്കണം. കിട്ടുന്ന എല്ലാ വുഡും എടുത്ത് കളക്ട് ചെയ്യണം. ഗൈസ്, നമ്മൾക്ക് ഈ സാപ്ലിങ് കിട്ടുന്നുണ്ട്. ഈ സാപ്ലിങ് നല്ല വലുതാണ്, ഇത് നല്ല ഇതാണ്. ഓക്കെ, നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ട് ഓക്കെ, കൊക്കോ സീഡ് ഇവിടെ വെച്ചേക്കാം. അത് കൊക്കോ സീഡിലായി വെള്ളം സീഡായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഇതെല്ലാം എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ഈ ചെസ്റ്റ് നമ്മൾ ഇത് കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. അവിടെ സോംബി കുഴപ്പമില്ല, എൻ്റെ ആക്സ് ഉണ്ട്. ആരെന്നെ അറ്റാക്ക് ചെയ്യാമെന്നാണ് എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ആക്സ് ഉണ്ട്. ആക്സ് മതി. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിലെ കൂടി കയറി അങ്ങ് പോവുകയാണ്. അവിടെ ഒരു ട്രീ ഉണ്ട്, അതിൻ്റെ സാപ്ലിങ്സ് എടുക്കണം. അടുത്തൊരു വില്ലേജ് കിട്ടി. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്നെ മുങ്ങാൻ പുറത്തുകൂടി ഇറങ്ങി പോകാം. ഓക്കെ, എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ ഇവിടെ നമ്മളെ വില്ലേജ്. ഓക്കെ, ഇത് ക്രോസ് ചെയ്യാൻ ഈസി. നമ്മളിവിടെ അവർ ഇച്ചിരി വരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബസ് ഇതെല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ വില്ലേജറിൻ്റെ കയ്യിൽ വിടാൻ പാടില്ല അത്. ഓക്കെ, വില്ലേജറിൻ്റെ കൈ പെടാ. അയ്യോ, വില്ലേജറെല്ലാം എടുക്കുകയാണേ. വില്ലേജറെല്ലാം എടുക്കുക. പക്ഷെ 5 9 കിട്ടിയോളൂ. 10. ഓക്കെ, നമ്മളെ പാവം വില്ലേജറാക്കാൻ പറ്റില്ല. ഓക്കെ, 16 പൊട്ടാറ്റോ പ്ലാന്റിനാണ് നോക്കാം. നമുക്ക് ഈ 2 സ്ഥലം കൂടി കളക്ട് ചെയ്തേക്കാം. 18 19. ഓക്കെ, ഇവൻ പിന്നെ അങ്ങോട്ട് പോകും. ഞാനെല്ലാം ചാടി നശിപ്പിക്കാൻ പോയാൽ അതാകുമ്പോൾ നമ്മളെ കയ്യിൽ തന്നെ കിട്ടും. അവൻ പിന്നെ എടുത്തുകൊണ്ട് പോകത്തില്ല. എല്ലാം ചാടി നശിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഇവൻ പൊട്ടാറ്റോ ട്രേഡർ. അതുകൊണ്ട് എനിക്ക് പൊട്ടാറ്റോ ട്രേഡ് തന്നെയൊന്നും വേണ്ട. പൊട്ടാറ്റോ ആകെ ഇച്ചിരിയേ ഉള്ളൂ. പൊട്ടാറ്റോ സീഡ്സ് ഇതാക്കുന്നു. അതുകൊണ്ട് എനിക്ക് പൊട്ടാറ്റോ ഇഷ്ടമല്ല. പൊട്ടാറ്റോ എനിക്ക് വേണം. പൊട്ടാറ്റോ സീഡ്സ് ഞാൻ ഒരു വീട് എടുക്കുമ്പോൾ ആ വീടിന് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ പണിയാവും. അതുകൊണ്ട് ഞാൻ പൊട്ടാറ്റോ സീഡ് ഇപ്പം എടുക്കുന്നത്. ക്യാരറ്റ് സീഡ് പോയാലും കുഴപ്പമില്ല. ക്യാരറ്റ് 41 ഉണ്ട് നമുക്ക് ഓൾറെഡി. നമ്മൾ ചെസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് ഇച്ചിരി കിട്ടിയതായിരുന്നു. നമുക്ക് ഈ ബെഡും കൂടി എടുക്കാം. എന്നിട്ട് നമ്മൾ ബെഡിൻ്റെ കളർ നമ്മൾ ഏതാകണം നിങ്ങൾ കമൻറ്റ് ഇടുക. നമ്മൾ ഫയറല്ല, അതുകൊണ്ട് നമുക്ക് റെഡ് തന്നെ എടുക്കാം. ഇത് റെഡല്ലേ, ഇത് തുൾപ്പല്ലേ. നമുക്ക് റോസാണ് വേണ്ടുള്ളത്. അതാ റോസ് കിട്ടിയിടാ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഡൈ ആക്കി എടുക്കണം. ഓക്കെ, ഡൈ ആക്കാൻ എനിക്ക് ചോയുള്ള അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊന്നും ചെയ്യലും.
ഓക്കെ നമ്മൾ നല്ല ഗ്രാഫിക്സ് ഉണ്ട്, അതിനാണ് നല്ല സുഖം. ഓക്കെ നമ്മൾ റെഡ് ബെഡായിട്ടുണ്ട്. നമ്മൾ ഹെയ്ബേൽസ് കളക്ട് ചെയ്യണം. അത് അയങ്കോളവും കുട്ടൂസും തോരിക്കുന്നത് ഇവനാണെങ്കിൽ കൊല്ലാതൊരു ഈസി ട്രിക്ക് ഉണ്ട്. പക്ഷേ ഇവൻ അകത്ത് കയറി വരാതിനാ മതി. മറ്റേ സംഭവം അല്ലേ, എനിക്ക് ഓർമ്മയില്ല. നമുക്ക് നോക്കാമെന്ന് പൊളിച്ചു നോക്കാം. സ്പൂൺ സ്റ്റോണ്. ഓക്കെ ഞാനിപ്പോൾ അതിനല്ല വന്നാൽ ഞാനിന്ന് അയങ്കോളാമിനെ കൊല്ലണം. എനിക്ക് ഓനെ ഞാനിപ്പോൾ ചത്തേന്ദ്ര വൈകിട്ടിന്ന് പണി കിട്ടിയിടാ പണി കിട്ടി. ഷിറ്റ് അവൾ പിന്നെ ചത്തുപോയപ്പോലെ നമുക്ക് ഒന്നുകൂടിയും പോവാം. എനിക്ക് അടുത്ത വില്ലേജ്, പക്ഷെ നമുക്ക് നീന്തി പോകാം. നമുക്ക് അവന്മാരെന്നെ അടിക്കുമെന്ന് നോക്കണം. അങ്ങനെ ഞാൻ നീന്തി പോയാൽ അവന്മാരെന്നെ അടിക്കുമെന്ന് നോക്കണം. ഞാൻ ഓടയാ. മറ്റേ സോമീസിനെ അടിക്കത്തില്ല. ഞാൻ വേഗം എത്തിയിടാ ഇവിടെ. ഓക്കെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എത്തി. നമുക്ക് അയങ്കോളമിനെ ഇപ്പഴേ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അയങ്കോളം ഇച്ചിരി കൂടി പവർഫുള്ളാണ്. അതുകൊണ്ട് നമ്മളെ ബെഡ് എല്ലാം കളക്ട് ചെയ്യണം. മറ്റേ ഫാം വില്ലേജറെല്ലാം വരികയാണെങ്കിൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ വേഗം പോകുന്ന ഞാൻ വേഗം ഓടിപ്പോയാണ്. ഞാൻ ഇച്ചിരി പാടാണ് കളി. എന്നാലും ഞാൻ എന്തിനാണ് ചുമ്മാ കയറാണെങ്കിൽ എഴുതാല്ല അങ്ങോട്ട്. ഓക്കെ സാപ്ലിങ്സ് കിട്ടിയില്ല. അതെല്ലാം ഞാൻ ഒരിടത്ത് വെക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സാപ്ലിങ്സ് എല്ലാം ഇവിടെ ഞാൻ നട്ടു ഇട്ടേക്കാം. ഓക്കെ ഗൈസ് നമ്മളെ വാട്ടർ മെലൺ സീഡ് ഒന്നേ ഉള്ളതുകൊണ്ട് നമുക്കിത് സേവ് ചെയ്യണം. എന്നിട്ട് ഓക്കെ ഞാനിപ്പം ആവശ്യത്തിന് വേണ്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പോയാൽ എന്നാലേ നമ്മളെ കളി നടക്കത്തുള്ളൂ. ഓക്കെ നമ്മളെ വുഡ് തീർന്നു തോന്നുന്ന നിൽക്കുക. ഒന്നുകൂടി പോയി നോക്കാം. നമ്മളെ ആക്സ് അപ്പം അയ്യോ ആക്സ് ഒന്നും കാണുന്നില്ല. ആക്സ് അവനെടുത്ത് തോന്നുന്നു എനിക്ക്. എന്ത് ചെയ്യേ ഗ്യാപ്പ് ഒന്നും കാണാനില്ല. കുഴപ്പമില്ല. എൻ്റെ പിക്കാക്സ് ഉണ്ട്. നമുക്ക് പിക്കാക്സാണ് മെയിനായിട്ട് വേണ്ടുള്ളത്. അതുകൊണ്ട് ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കാം നമുക്കിപ്പം. ക്രാഫ്റ്റിംഗ് ബെഞ്ചല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിരിക്കും ആക്സ് ഉണ്ട്. നമുക്ക് വരപ്പെട്ടാൽ ഓക്കെ നമ്മളിപ്പം ഇതുണ്ടാക്കണമെങ്കിൽ നമുക്ക് ആർബറിൻ്റെ മീനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇതാകാനുണ്ട്. എനിക്ക് വാട്ടർ മെലൺ സീഡ് വേസ്റ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാനിപ്പം ഇത് വാട്ടർ മെലൺ അല്ലല്ലേ, ഇത് മെലൺ സീഡ്. വാട്ടർ മെലൺ ഒന്നും തന്നെ. ഇത് കൊക്കോ സീഡ്. ഇവിടെ ആണെങ്കിൽ എമറാൾഡ് സീഡാനുള്ള ചാൻസ് കൊടുത്തത്. അതുകൊണ്ട് പിന്നെ അവിടെ ചെറിയ സെർച്ച് ചെയ്തൊരു കേവ് ഉണ്ടൊഴിക്കണം. എന്താ വീറ്റ് എനിക്ക് വീറ്റ് വേണം. അമ്മമാരെ പഠിപ്പിക്കുകയാണെങ്കിൽ അമ്മമാർ ഇതാക്കും. അതുകൊണ്ട് ഞാൻ വേഗം ചെയ്തില്ല. കേസ് നമ്മളെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ കേവ് ഇതുവരെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ഒപ്പിക്കണമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ തന്നെ കേവ് സ്റ്റോൺ ഒപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെയർ കണക്കൊക്കെ ഇറങ്ങി പോകാം. അതാകുമ്പോൾ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി ഇത് കോസ്റ്റ് ചെയ്ത് നമ്മളെ വിക്കാക്സിൻ്റെ ഡാമേജ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പോവാം. അങ്ങനെ ജസ്റ്റ് ലെഫ്റ്റ് എടുത്താലോ? ലെഫ്റ്റ് അടിക്കുകയാണെങ്കിൽ സ്റ്റോൺ വരുമെന്ന് തോന്നുന്നു. സ്റ്റോൺ എത്ര സ്റ്റോൺ അവിടെ തിരക്കിക്കൊണ്ടിരുന്നു. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള കളി. ഇപ്പോൾ ഓൾറെഡി ആക്സ് ഉണ്ട്. ഇനി നമുക്ക് പണി തീർക്കണം. ഓക്കെ തന്നെ ഞാൻ എന്തായാലും കളിച്ച് പണി തീർക്കുക. ഓക്കെ ഇവിടെ തന്നെ കുരിച്ച് ഞാൻ തീർക്കാൻ പോവുകയാണ്. നമ്മളെ പിക്കാക്സിൻ്റെ വിഴി ചെയ്യുമ്പോൾ നമുക്ക് പോയാൽ മതി. ഏതാണെന്ന് എനിക്കൊന്നും അറിയാം. ഏതാണ് സ്റ്റോണാണോ ഏതാണ് അറിഞ്ഞ് നമുക്ക് എടുക്കാം. അതാകുമ്പോൾ നമ്മളെ ഇൻവെൻട്രി ഫില്ലാവത്തില്ലല്ലോ. ഓക്കെ നമ്മൾ ഒരു വീടുണ്ടാക്കണത് നമ്മൾ നടക്കല്ലേ. നമുക്ക് ഒരു വീട് വേണം. അതിന് വേണ്ടി നമുക്ക് ഈ ആക്സ് യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റോൺ വീട് വേണം. ഫസ്റ്റ് നമുക്കൊരു കുഞ്ഞു വീട് ഉണ്ടാക്കാം. എനിക്ക് സ്റ്റേ ചെയ്യാറ്റൊരു കുഞ്ഞു വീട്. നമുക്ക് അത് മതി ആദ്യമേ. എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തോളാം. ഓക്കെ ഞാനിത് സെറ്റ് ചെയ്ത് ഒത്തിരി സ്റ്റോൺസ് ആയിട്ടൊന്നും തോന്നുന്ന 22. എനിക്ക് 22 പോരും. ഇനിയും വേണം. ഓക്കെ ഞാൻ ഇത്രയും സ്റ്റോൺ ആയിട്ടുണ്ട്. നമ്മൾ പിക്കാക്സിൻ്റെ വീഡിയോ തീരാറായിട്ടുണ്ട്. ഓക്കെ ഞങ്ങളെ ചോദിച്ചു പോയിട്ടുണ്ട്. അതൊന്നും വിഷയമില്ല. സ്റ്റെയർവേയും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇനി നമ്മളെ സ്ഥലത്തിലോട്ട് പോകണോടാ. നമ്മളെ സ്ഥലത്തിലോട്ട് പോകണം. ഓക്കെ സെറ്റ്.
ഇനി നമുക്ക് നമ്മളെ സ്ഥലത്തിലോട്ട് പോവാം. ഓക്കെ നമ്മളെത്തി. ഇനി നമുക്ക് നേരെ എവിടെ ചെന്ന് വെച്ചിരി നമുക്ക് ഈ വീട് നമ്മളെ വീടാക്കാം. നമ്മളെ വീടാക്കണമെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്. ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് എനിക്കിഷ്ടമുള്ള രീതിയിൽ വെക്കണം. ഞാനിത് നമ്മളെ വീടാക്കാം. നമുക്ക് എന്നിട്ട് വില്ലേജേഴ്സിൻ്റെ വീട് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പൊളിക്കാതാകുമ്പോൾ വില്ലേജേഴ്സ് ഇവിടെയും കയറി വരത്തില്ല. ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ബെഡെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യാം. ഓക്കെ നമ്മൾ ഇത്രയും എത്തിയിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇത്രയും ഇനി നമ്മൾ താഴെ പോയിട്ട് നമുക്ക് നമ്മളെല്ലാം ഇവിടെ ഒന്നുകൂടി ഉണ്ട്. ഇതുകൂടിയും പറക്കാം നമുക്ക്. ഓക്കെ നമ്മളിനി നമ്മളെ ഡോറ് ഇവിടുന്ന് ഇന്നായിട്ട് തുറക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം കൂടിയും ചെയ്യാം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നു. ഇതിനകത്ത് ഒന്നാമത് വിഷയമില്ല, നമ്മൾക്ക് പുതിയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് ഒത്തിരി കൂട്ടുണ്ടല്ലോ. ഓക്കെ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പിന്നെ ഇത് വെച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കാമല്ലേ. ഈ വിത്തെന്തു ഞാനിപ്പോൾ എന്ത് വിത്താണ് ഉണ്ടാക്കിയത്, ആവശ്യമില്ല. നമുക്ക് ഇതും വേണം, ഇതും വേണം. ഓക്കെ സെറ്റ്. ഓക്കെ ഇതിവിടെയും വെച്ച് ഇതിവിടെയും വെക്കുക. എനിക്ക് ഒരു ചെസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ. ഈ ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അയ്യോ രാത്രി ആയതൊന്നും വിഷയമില്ല. ഞാൻ ഇതെൻ്റെ വീടാക്കി വെച്ചേക്കാം. ഞാൻ ഇവിടെ ഒരുത്തരും എഴുതി കഴിഞ്ഞ മുതൽ എൻ്റെ സ്ഥലമായതുകൊണ്ട് ഓക്കെ ഞാനിവിടെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആവശ്യത്തിനുള്ള ഫർണൈസ് കൂടിയും ക്രാഫ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഫർണൈസ് 2 ക്രാഫ്റ്റ് ചെയ്യാൻ വിഷയമില്ല. ഓക്കെ ഞാൻ ഫർണൈസ് 2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒന്നും കൂടി വെച്ചേക്കാം. ഓക്കെ നമ്മളെ താഴ്ഭാഗം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ വെക്കാം. മുകളിൽ നമ്മളെ ബെഡ് എനിക്ക് മുകളിലാണെങ്കിൽ ഇച്ചിരി ലൈബ്രറി വെക്കണമെന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് എടുത്തിട്ട് ബുക്ക് ഷെൽഫ് നമുക്ക് ഉണ്ടാക്കണം. ഫസ്റ്റ് ഉറങ്ങി നൈറ്റ് ഒന്ന് മാറ്റട്ടെ, എന്നാലും എനിക്ക് പുറത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയല്ല നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ ഇവിടെയാണ് വെക്കാനുള്ളത്. ഓക്കെ നമ്മൾ ഉറങ്ങി രാവിലെ ആകുമ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എൻ്റെ ആവാറായിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ ആക്കുന്നില്ല, നമുക്ക് ഇച്ചിരി കൂടി പോകണം. അതുകൊണ്ട് എൻ്റെ വീടും കൂടി ഒന്ന് അടച്ചിട്ട് പോവാം. ഇതാണ് നമ്മളെ ഞാൻ ഫാം ഉണ്ടാക്കണം. അത് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാം. അണ്ടർഗ്രൗണ്ട് ഫാം മതി. ക്യാരറ്റ് ഇപ്പോൾ 64 എന്നാണ് തോന്നുന്ന. വീറ്റ് നമുക്ക് അല്ലാതെ വർക്ക് ചെയ്യാം. അവിടെ എൻ്റർമാൻ പോയത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ നമ്മളെ വീഡിയോ ഓൾസോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇവിടെ ഫുള്ള് നോക്കിയ എനിക്കൊരു അയൺ വേണം. ഇവിടെ ഒരു കേവ് ഉണ്ട്. എവിടെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ നോക്കുകയാണ്. ഓക്കെ നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ നമുക്ക് ഇതിലെ കൂടി പോകണം. നമ്മൾക്ക് ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചലഞ്ച് കൊടുക്കുന്നു. ഇവിടെ തീർക്കാം നമുക്ക്. എന്തിനാ എനിക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. ആവശ്യമില്ല നമ്മൾ അവനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാനെന്ത് വേണം. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും. ബ്ലാക്ക് സ്മിത്ത് ഇപ്പോൾ റയറാണെന്ന് തോന്നുന്നു മൈൻക്രാഫ്റ്റിന്. ഞാൻ കാര്യം പ്രാവശ്യം വിളിച്ചപ്പോൾ ബ്ലാക്ക് സ്മിത്ത് വന്നില്ലായിരുന്നു. ബ്ലാക്ക് സ്മിത്തിന് മറ്റേ ചെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ഡയമണ്ടോ അയണോ എല്ലാം കിട്ടും. അതിന് കിട്ടുകയാണെങ്കിൽ പിന്നെ വിഷയമില്ല. നമ്മൾ തൽക്കാലം ഞാനിതെൻ്റെ വീടാക്കി. ഞാൻ ഇവിടെ ഇട്ട് എൻ്റെ ഫാം കൂടി പണിയാൻ പോവുകയാണ്. അത് നമുക്ക് അടുത്ത പാട്ടിലോ ഈ പാട്ടിലോ നമുക്ക് ചെയ്യാം. ഇന്ന് ഈ പാട്ടിൽ നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലാം അങ്ങ് സീഡ് ചെയ്തേക്കാം നമുക്ക്. ഓക്കെ ഇത് ഫസ്റ്റ് ഇവിടെ ഫുൾ ഫ്ലാറ്റ് ആക്കണം. ഫ്ലാറ്റ് ആക്കിയിട്ട് വേണം പണി ചെയ്യാനുള്ള. ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് അടുപ്പിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ഞാനിവിടെ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുക. അതാകുമ്പോൾ നല്ല ഇത് കാണും. ഞാൻ ഇത് അടുപ്പിച്ച് ചെയ്യുകയാണ്. ഓക്കെ നമ്മളിത് സെറ്റായിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. നമ്മളെ ഫാമിങ്ങിന് വേണ്ടി ഇത്രയും സ്ഥലം മതി എന്നാണ് തോന്നുന്നത്. ഓക്കെ നമ്മൾ ഇത്രയും മതി. ഫസ്റ്റ് ഒരു ഹോ ഉണ്ടാക്കണം. വുഡൻ ഹോ മതി എന്നാണ് തോന്നുന്നത്. വുഡൻ ഹോ മതി നമുക്ക് സെറ്റാക്കാം. ഓക്കെ നമ്മൾ ഇത്രയും എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്ര എത്തി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ആയിട്ട് വെക്കുന്നത്. ഓക്കെ നമ്മൾ ഇത്ര എത്തി. നമുക്കിനി അറിയാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പോയതാണ്. നമ്മളതൊന്നും വിഷയമില്ല. നമുക്ക് നോക്കാം. അയ്യോ ഇതിനാണല്ലേ.
ഒരു ബുക്ക് ഷെൽഫ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ബുക്കുണ്ട്, അത് നമുക്ക് പിന്നെ എടുക്കാം. ഞാനൊരു ബുക്ക് ഷെൽഫ് വേണമെന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, നമ്മളെ പുറത്തിറങ്ങി നമ്മളെ ഫാം റെഡിയാക്കണം. ഫസ്റ്റ് ഒരു ഹോ ഉണ്ടാക്കണം. ഇത് വേണ്ട, ഇത് എടുക്കുക, അത് വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇത്ര എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര എത്തി. ഓക്കെ, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോസിന് നമ്മൾ തുടങ്ങും. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. നമ്മൾ ഓക്കെ, ഞാൻ ഇച്ചിരി ബ്രേക്ക് എടുത്തായിരുന്നു. നമ്മളിനി ഇവിടെ ഫുള്ള് നമുക്ക് വളർത്തണം. നമ്മൾ വെള്ളമില്ല. പക്ഷെ വെള്ളം ഇങ്ങോട്ട് എടുത്തോണമെങ്കിൽ അയൺ വേണം. അതുകൊണ്ട് ഞാൻ അയൺ ഒപ്പിക്കാൻ ഇറങ്ങിയാണ്. നമ്മളൊരു കേവ് കണ്ടുപിടിക്കണം. കേവ് കണ്ടുപിടിക്കുകയാണ്. കാണാൻ അങ്ങോട്ട് ഇച്ചിരി നടന്നു പോകുന്നതാണ്. ഹങ്കർ കുറഞ്ഞു എന്താണെന്ന് എനിക്കറിയാം. വയ്യ, അത് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഓടി പോയാണ്. നമ്മൾക്ക് ഒരു കേവ് കണ്ടുപിടിക്കാനാണ്. അയ്യോ വേണ്ട, അത് പറ്റിയില്ല. ഓക്കെ, കേവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. ഇവിടെ കേവ് അല്ലേ, ഞാൻ കേവാണ്. അതൊന്നും വിഷയമല്ല. നമുക്ക് കേവ് എന്ന് പറഞ്ഞാൽ കേവ് വേണം. കേവ് ഇല്ലെങ്കിൽ പിന്നെ കളിയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്ട് ഉണ്ടല്ലേ, ഇവിടെ കോളുണ്ട്. പക്ഷെ കോള് കളക്ട് ചെയ്യണമെങ്കിൽ അണ്ടർ വാട്ടർ ആയതുകൊണ്ട് ഇച്ചിരി പാടാ. എങ്ങനെ ഇറങ്ങും? വേഗം ഒന്ന് പൊട്ടിക്കുമോ? പക്ഷേ എന്ത് കഷ്ടമാണ്. ഷിറ്റ്, അങ്ങനെ എത്തിയിട്ട് നമ്മൾ ഓക്കെ, നമ്മൾ അയൺ കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ കേവ് ഉണ്ടോ സെർച്ച് ചെയ്യുക. കേവ് കിട്ടിയ വലുതൊന്ന് കിട്ടി. അയൺ എന്താ ഇവിടെ ഇച്ചിരി അയൺ കൂടുതലാണ് ഇവിടെ. ഓക്കെ, ഞാൻ അയൺ കളക്ട് ചെയ്യാനാണ് വന്നത്. അയൺ കുറച്ച് കളക്ട് ചെയ്യാണ് ഇപ്പം. കേവല്ല പറഞ്ഞ കണക്ക്, പക്ഷേ വായിച്ച് അയൺ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയത്. കേവാണെങ്കിൽ ഞാൻ എപ്പോഴും അകത്തുകൂടി ഇപ്പോൾ ഗുഹയിലായിരുന്നു തന്നെ. നമ്മളിവിടെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ അടിയിൽ എല്ലാം ട്രാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. എത്രത്തോളം ഉണ്ട് നമ്മൾ അറിയണം ഫസ്റ്റ്. ഓക്കെ, നമ്മൾ അയൺ ആർമറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി അയൺ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലോ. ടൂൾസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഇനി അയൺ വേണം. അയൺ ടൂൾസ്, അയൺ ആർമറും ഉണ്ടാക്കണം. അതിന് വേണ്ടി ഇനി അയൺ ഒപ്പിക്കാൻ വേണ്ടി അടുത്ത കേവിൽ പോയേ. ഇവിടെ ആയിട്ട് ഓൾറെഡി ഒന്നുണ്ട്. കയറി പോകണോ അതിന്? ആ കേവൊന്നും ഇല്ല ഇവിടെ. അതിൻ്റെ എൻട്രൻസ് ഇതിലെ കൂടി ആയിരുന്നു. ഞാൻ തെറ്റ് കയറിച്ച് ആ മറ്റേ വരി കൂടി കയറി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അവിടെയൊക്കെ അയൺ കാണാൻ, അയൺ എമറാൾഡ് അതൊക്കെയൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതൽ. ഇങ്ങനെ വരുന്ന സ്ഥലമല്ല. നമ്മളെ മൗണ്ടൻസിലൊക്കെ ഇല്ല എമറാൾഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത്രയും വന്ന വെറുതെ ആണ് നോക്കുന്നത്. ബെസ്റ്റ് ഇത്രയും കിടക്കാണല്ലോ ഇവിടെ. നമ്മളാ വീട്ടിൽ പോകാം നമുക്ക്. ഈ കേവ് ഒന്ന് ഞാൻ കേവ് മൂടി വരണം. നമുക്ക് അത് വരാൻ വേണമെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടി വരാം. നമുക്ക് ഇനി ഇത് അടുത്ത പാർട്ടി വരാം. നമ്മൾ വീട് എത്തിയിട്ട് നമ്മൾ ഈ പാട്ട് നിർത്താൻ പോവുകയാണ്. ഓക്കെ, നമ്മളെ വീട്ടിലോട്ട് പോകണം. ഓക്കെ, ഞാൻ ഇന്ന് വീട്ടിലോട്ട് ഓടെയാണ് ഇപ്പം. നമ്മൾ അടുത്ത പാർട്ടി എന്തായാലും നമ്മൾ ഫാം പണിയാൻ പോവുകയാണ്. അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ആകുമ്പോഴാണ്ട് ഒരു ബെഡ് ഇവിടെ വെക്കുന്നത്. ബെഡ് എന്ന് പറയുമ്പോൾ ഈ 3 ഷീപ്പ് കൂടെയാണെങ്കിൽ ഒരു ബെഡാവും. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വീട്ടിലോട്ട് വരണം. ആ കാണുന്ന നമ്മളെ വീട്. നമ്മളിപ്പോൾ വേഗം ഓടിക്കൊണ്ടിരിക്കുക. നമ്മളെ വീട്ടിലോട്ട് എത്തിയതാ. ഓക്കെ, നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂവല്, ഇത് നമുക്ക് കൊണ്ട് ഫ്യൂവലിന് വേണ്ടി ഇട്ടേക്കാം. എന്നിട്ട് ഇത് ഞാനത് കത്തിക്കായിട്ട് എനിക്ക് അതൊന്നും യൂസ് ഇല്ല. അതുകൊണ്ട് ഞാൻ അത് കത്തിക്കാനായിട്ട് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയൊക്കെ നമ്മളൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ബൈ, സീ യു. നമുക്ക് അടുത്ത പാർട്ടി കാണാം. ലെറ്റ്സ്